real beauty in your heart. Boche Golden Diamonds. Buy now, pay later. ചാലിയാറിന്റെ കടവുകളിൽ മരണം വിതറി കടന്നുപോയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 2 വയസ്സ്. ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ മലയോര ജനത. ദുരന്തം നടന്നത് ചൂരൽമലയിലാണെങ്കിലും അതിന്റെ വ്യാപ്തിയുടെ നേർസാക്ഷികളാകേണ്ടി വന്നത് 30 കിലോമീറ്റർ അകലെ ചാലിയാറിന്റെ തീരങ്ങളിലുള്ളവരായിരുന്നു. അസാമാന്യമാം വിധം ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി. വെള്ളം കലങ്ങിമറിഞ്ഞ് തീരങ്ങളിൽ ചേതനയറ്റ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വിതറി മൃദുവാഹിനിയായി അന്ന് ചാലിയാർ മാറി. ജൂലൈ 30 പുലർച്ചെ 3 മണിയോടെ തീരങ്ങളിൽ മത്സ്യങ്ങൾ തിരഞ്ഞുപോയ മുണ്ടേരി വാണിയമ്പുഴ നഗറിലെ ആദിവാസികളാണ് ആദ്യമായി മൃതദേഹങ്ങൾ കാണുന്നത്. തുടർന്ന് ചാലിയാറിന്റെ വിവിധ കടവുകളിലും തീരങ്ങളിലും തലയറ്റതും കൈകാലുകളറ്റതും ഉടലുകൾ വേർപെട്ടതും ആൺ പെൺ തിരിച്ചറിയാൻ കഴിയാത്തതുമായ നിരവധി മൃതദേഹങ്ങൾ അടിഞ്ഞുകൊണ്ടേയിരുന്നു. വിവരമറിഞ്ഞതോടെ ജനപ്രതിനിധികളും നാട്ടുകാരും മുണ്ടേരിയിലേക്ക് ഒഴുകിയെത്തി. വെള്ളം കുറഞ്ഞതോടെ ചാലിയാറിന്റെ തീരങ്ങളിൽ ചേതനയറ്റ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും ഛിന്ന ഭിന്നമായി കിടക്കുന്ന കാഴ്ച കരളലിയിക്കുന്നതായിരുന്നു. ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ കുരുന്നുകളുടെ ബാഗുകളും നനഞ്ഞു കുതിർന്ന പുസ്തകങ്ങളും കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും തീരങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ മലയോര ജനതയുടെ കരളലിയിച്ചു. പിന്നീട് ചാലിയാറിന്റെ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ നടന്ന തിരച്ചിലിൽ പൊന്തകളിലും മരങ്ങളിലും പാറക്കെട്ടുകളിലും ഉടക്കിക്കിടക്കുന്ന നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, മുണ്ടേരി, കമ്പിപ്പാലം, മുക്കം, അമ്പുട്ടാമ്പുട്ടി, കുനിപ്പാല, മച്ചിക്കൈ, ഭൂതാനം, വെള്ളിലമാട്, പനങ്കയം, ഉപ്പട ഗ്രാമം, പൂക്കോട്ടുമണ്ണ, ചുങ്കത്ര, കൈപ്പിനി, നിലമ്പൂർ, ചാലിയാർമുക്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത്. കേന്ദ്രസേനയായ NDRF, കേരള പോലീസ്, അഗ്നിരക്ഷാസേന, വിവിധ റെസ്ക്യൂ സേനകൾ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മറ്റ് മാർഗങ്ങളില്ലാത്തതിനാൽ ഉടുമുണ്ടഴിച്ച് മൃതദേഹങ്ങൾ പൊതിഞ്ഞ് തോളിലേറ്റി കിലോമീറ്ററുകൾ വനത്തിലൂടെ സഞ്ചരിച്ച് പുഴ മുറിച്ചു കടക്കാനായി ചങ്ങാടം തുഴഞ്ഞുമാണ് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. 1 മാസത്തിലേറെ ചാലിയാറിന്റെ തീരങ്ങളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തവരെ നടത്തിയ തിരച്ചിലിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 80 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും കണ്ടെത്താനായി. ഇതിൽ 41 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. മണ്ണാഴങ്ങളിൽ പുതഞ്ഞ് ഇനിയും കണ്ടെത്താനാകാതെ നിരവധി മനുഷ്യജീവനുകൾ ചാലിയാറിന്റെ തീരങ്ങളിൽ ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ കാലവർഷം തിമിർക്കുമ്പോൾ നിലമ്പൂരിന്റെ മനസ്സാണ് ആശങ്കയിലാഴുന്നത്. 2 വർഷത്തിനു ശേഷം ഇരുട്ടുകുത്തിക്കടവിൽ ചാലിയാർ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മാണം പൂർത്തിയായതാണ് ഇപ്പോഴുള്ള ജനങ്ങളുടെ ഏക ആശ്വാസം. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.